വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും മറവിൽ നടന്നുവെന്ന ആരോപണമുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രാഷ്ട്രീയ അധികാരത്തിന്റെ ഉച്ചകോടികളിലേക്കാണ് ഇപ്പോൾ സംശയങ്ങളുടെ ചൂണ്ട് നീളുന്നത്. കേസിൽ നിർണായക ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട അവസ്ഥയിലേക്കാണ് പത്തനംതിട്ട MP ആന്റോ ആന്റണി എത്തിപ്പെട്ടിരിക്കുന്നത്. 2.5 കോടി രൂപയുടെ ദുരൂഹമായ പണമിടപാടുകൾ, സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളുമായുള്ള ബന്ധങ്ങൾ, തന്ത്രിയുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടെന്ന ആരോപണം, ഇവയെല്ലാം ചേർന്ന് ആന്റോ ആന്റണിയെ ഗുരുതരമായ സംശയനിഴലിലാക്കുകയാണ്. വിശ്വാസത്തിന്റെ പേരിൽ സമാഹരിച്ച പണം ആരുടെ കൈകളിലേക്ക് ഒഴുകി എന്ന ചോദ്യമാണ് ഇപ്പോൾ പൊതുസമൂഹം ഉയർത്തുന്നത്. അതിന് വ്യക്തമായി മറുപടി നൽകേണ്ട ഉത്തരവാദിത്തവും MP-യുടെ മേൽ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട MP ആന്റോ ആന്റണിയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആരോപണമാണ് CPM തൊടുത്തുവിട്ടത്. പത്തനംതിട്ട മുൻ ജില്ലാ സെക്രട്ടറിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KP ഉദയഭാനുവാണ് ആന്റോ ആന്റണിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. തന്ത്രി കണ്ഠരര് രാജീവർ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിക്ഷേപിച്ച 2.5 കോടി രൂപ നഷ്ടപ്പെട്ടിട്ടും പരാതി നൽകിയിരുന്നില്ലെന്ന് SIT അറിയിച്ചിരുന്നു. ഈ സ്ഥാപനത്തിൽ നിന്ന് ആന്റോ ആന്റണി പണം കൈപ്പറ്റിയെന്നാണ് ഉദയഭാനുവിന്റെ ആരോപണം. തിരുവല്ലയിലുള്ള നെടുമ്പറമ്പിൽ ഫിനാൻസിലാണ് കണ്ഠരര് രാജീവർ പണം നിക്ഷേപിച്ചത്. ഈ സ്ഥാപനം പിന്നീട് പൂട്ടിപ്പോവുകയും ചെയ്തു. ഇവിടെ നിന്നും ആന്റോ ആന്റണി MP 2.5 കോടി കൈപ്പറ്റിയതായി നാട്ടിൽ വർത്തമാനമുണ്ട് എന്നാണ് KP ഉദയഭാനുവിന്റെ ആരോപണം. MP-ക്ക് തന്ത്രിയുമായുള്ള ബന്ധം എന്തെന്നറിയണമെന്നാണ് KP ഉദയഭാനു ആവശ്യപ്പെടുന്നത്. തന്ത്രി നിക്ഷേപിച്ച 2.5 കോടി രൂപ രേഖകളില്ലാത്ത പണമാണ്. SIT നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് പരിശോധന നടത്തി രേഖകൾ ശേഖരിച്ചിരുന്നു. MP-യുടെ ഭാഗത്തു നിന്നുള്ള ദുരൂഹമായ പണമിടപാടിനെ കുറിച്ച് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കണമെന്നാണ് ഉദയഭാനു ആവശ്യപ്പെടുന്നത്. ജോസ് കെ മാണിയുടെ വിശ്വസ്തനും കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സംസ്ഥാന ട്രഷററുമായിരുന്ന NM രാജുവിന്റെ സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ്. ഈ കാശൊക്കെ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്നും വസ്തുതകൾ മറനീക്കി പുറത്തു വരട്ടെ എന്നും ഉദയഭാനു ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടിട്ടുണ്ട്. ഈ പണത്തിന്റെ സ്രോതസ്സടക്കം പരിശോധിച്ചു വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ SIT ശേഖരിച്ചതായാണ് വിവരം. ധനകാര്യ സ്ഥാപനം പൊളിഞ്ഞെങ്കിലും ഈ പണം ആന്റോ ആന്റണി MP വാങ്ങിയതായാണ് സൂചനകൾ. ഇതിന് പിന്നാലെയാണ് പോറ്റി തന്ത്രി കൂട്ടുകെട്ടുമായി ആന്റോ ആന്റണിക്കും ബന്ധമുണ്ടെന്ന ആരോപണവും ഉയർന്നിട്ടുള്ളത്. സ്വകാര്യ ധനകാര്യ ബാങ്കിലെ ഇടപാടുമായി ബന്ധപ്പെട്ട ദുരൂഹത പുറത്തുവരണമെന്നാണ് KP ഉദയഭാനുവിന്റെ ആവശ്യം. പണം ലഭിക്കാതെയായതോടെ നിക്ഷേപകർ നടത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ NM രാജുവും കുടുംബാംഗങ്ങളും ജയിൽവാസം അനുഷ്ഠിക്കുന്ന സാഹചര്യവും ഉണ്ടായി. ജോസ് KM മാണിയുടെ വിശ്വസ്തനായിരുന്നു. രാജ്യം ഒരു കാലഘട്ടത്തിൽ മാണി ഗ്രൂപ്പിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് കൂടിയായിരുന്നു. ഇതിനിടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ SIT വീണ്ടും ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തത്. സ്വർണ്ണക്കൊള്ളയിൽ പ്രശാന്തും മുഖ്യ പങ്കാളികളാണെന്ന സൂചനകൾ SITക്ക് ലഭിച്ചെന്നാണ് വിവരം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ആന്റോ ആന്റണിയുടെ ചിത്രവും പുറത്തു വന്നിരുന്നു. ഇതുവരെയും ചിത്രത്തിലുള്ള അടൂർ പ്രകാശം, ആന്റോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയതിനെ പറ്റി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുകയാണ് ആന്റോ ആന്റണിയുടെ സാമ്പത്തിക ഇടപാടും അന്വേഷിക്കണമെന്ന ആവശ്യമുയരുന്നത്.